ഹലോ ഡിയർ, ഇന്നത്തെ വീഡിയോ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ഫോട്ടോ കൊച്ചി പോകുന്നതിൻ്റെ വീഡിയോ ആണ്. ഞങ്ങൾ വാട്ടർ മെട്രോയിലാണ് പോകുന്നത്. ഞാൻ ഇതുവരെയും വാട്ടർ മെട്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു സൺഡേ ആണ് നമ്മൾ പോകുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഒരു 30 മിനിറ്റോളം വെളിയിൽ ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ എത്താൻ പറ്റിയത്. ഹൈക്കോർട്ട് മുതൽ ഫോർട്ട് കൊച്ചി വരെയാണ് നമ്മൾ പോകുന്നത്. ടിക്കറ്റ് ചാർജ് വരുന്നത് 50 റുപ്പീസാണ് ഒരാൾക്ക്. ബോട്ടിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് 96 ആണ്. 50 പേർക്ക് ഇരിക്കാനും 46 പേർക്ക് നിൽക്കാനും ഉള്ള രീതിയിലാണ് അവരത് അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മൾ സെയിം മെട്രോ റെയിലിൽ ടിക്കറ്റ് എടുക്കുന്ന അതേ സെയിം രീതികൾ തന്നെയാണ് ഇവിടെ അവർ അപ്ലൈ ചെയ്തേക്കുന്നത്. നമുക്ക് അകത്ത് കയറിയതിന് ശേഷം ഓൾമോസ്റ്റ് വീണ്ടും ഒരു 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ബോട്ടിൽ കയറാൻ പറ്റിയത്. ഈ 96 പേർക്ക് മാത്രമല്ലേ അലോ ചെയ്തുള്ളൂ. അതുകൊണ്ട് തന്നെ 20 മിനിറ്റ്സ് ഗ്യാപ്പിലാണ് ഓരോ ബോട്ടും വരുന്നത്. അപ്പോൾ 20 മിനിറ്റ്സ് ഗ്യാപ്പിൽ ഓരോ ബോട്ടും വരുമ്പോൾ ഇത്രയും പേര് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് 1.5 മണിക്കൂറോളം അവിടെ ഇരിക്കേണ്ടി വന്നു. പക്ഷേ ആ ഇരുന്നതിൽ ഒരു നഷ്ടബോധം ഉണ്ടാകത്തില്ല. ആ ബോട്ടിൽ കയറിക്കഴിഞ്ഞ് അതിലെ വ്യൂ കണ്ടു കഴിയുമ്പം ആ വെയിറ്റ് ചെയ്തതിൻ്റെ എല്ലാം നമ്മൾ മറക്കും. അത്ര നല്ല വ്യൂ ആയിരുന്നു. പിന്നെ ബോട്ട് വരുമ്പോൾ സൈഡ് സീറ്റ് കിട്ടണം, ഇരുന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതൊന്നും നടന്നില്ല. നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുമായിരുന്നു. നിന്നാണ് വ്യൂ എല്ലാം കണ്ടത്. പക്ഷെ നിന്നാലും ഇരുന്നാലും നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇതുവരെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യം ചെയ്യുമ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ ഈ ബോട്ടിൽ പോകുമ്പം കാണുമ്പോൾ അത് ശരിക്കും വേറൊരു ഫീലായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് വല്ലാർപാടം ടെർമിനൽ കാണാൻ പറ്റും, കണ്ടെയ്നേഴ്സ് ഇറക്കുന്നതും കണ്ടെയ്നേഴ്സ് കയറ്റുന്നതും, പിന്നെ ഷിപ്പും, അങ്ങനെ ഷിപ്പ് യാർഡ് കാണാൻ പറ്റും, കുറേ പുരാതനമായ ബിൽഡിങ്സും കാര്യങ്ങളും കാണാൻ പറ്റും. സെയിം ടൈം തന്നെ ഈ കായലിൽ കൂടെ മറ്റ് വാട്ടർ മെട്രോ പോകുന്നത് കാണാൻ പറ്റും, ജങ്കാർ പോകുന്നത് കാണാൻ പറ്റും, പാസഞ്ചർ ബോട്ട് പോകുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഇങ്ങനെ ഇഷ്ടം പോലെ വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ഏത് സൈഡ് നോക്കണമെന്ന് നമ്മൾക്കിങ്ങനെ കൺഫ്യൂഷനായി പോകും. അത്രയും ഭംഗിയാണ് ശരിക്കും. കൊച്ചിക്കായലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഈ വാട്ടർ മെട്രോയിൽ തന്നെ പോയി ആസ്വദിക്കണം. അത് അത്രയ്ക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ് ബോട്ട് വരുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ചൂടോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് ഈ ജങ്കാർ, പാസഞ്ചർ ബോട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നമ്മളുടെ അടുത്തു കൂടെ ഇതെല്ലാം പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഫോർട്ട് കൊച്ചി അടുക്കാറാവുമ്പോഴത്തേക്കും ചീനവലകളും പിന്നെ ഫോർട്ട് കൊച്ചിയിലെ പുരാതന ബിൽഡിങ്സും ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ചൂണ്ടയിടുന്നത് കാണാൻ പറ്റും, ചീനവല കാണാൻ പറ്റും, ആൾക്കാർ എന്താണ് അതിന് പറയുന്നത്, വലയെറിയുന്നത് കാണാൻ പറ്റും. അതുപോലെ ഫോർട്ട് കൊച്ചി പോയിട്ട് അങ്ങനെ വലിയ പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ആ വോക്ക് വേ കൂടെ നടന്നു. പിന്നെ അവിടെ ഈ പ്രാവിനെ ഫീഡ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും ഒരു ചേട്ടൻ കാണും. ചേട്ടൻ്റെ കുറേ ഗോതമ്പൊക്കെ കാണാം. അന്ന് ഞങ്ങൾ പോയ ദിവസം ചേട്ടനില്ലായിരുന്നു. പിന്നെ അടുത്തുനിന്ന് കുറച്ച് കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് പ്രാവിനൊക്കെ കൊടുത്തു. പിന്നെ ജസ്റ്റ് ആ വോക്ക് വേ കൂടെ ഇങ്ങനെ നടന്നു. കുറേ സ്റ്റോൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ കുറച്ച് സ്റ്റോൾസും കാര്യങ്ങളും ഒക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ഫിഷ് കിട്ടുന്ന ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അടുത്ത ചേട്ടൻ പറഞ്ഞു, നമുക്ക് ഇതിലേതെങ്കിലും ഫിഷ് വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ അന്നേരം ഫിഷ് കഴിക്കാൻ പറ്റുന്നൊരു മൂഡിലല്ലായിരുന്നു. ഞങ്ങൾ പിന്നെ അത് കഴിച്ചില്ല. നമ്മൾ അതെല്ലാം നോക്കി കണ്ട് അവിടുന്ന് കുറച്ച് നേരമൊക്കെ നടന്ന്, ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ സ്റ്റോളൊക്കെ പോയി നോക്കി. സീഷെല്ലിൻ്റെ കുറേ സ്റ്റോളുണ്ടായിരുന്നു. പിന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ബാഗ്സ് അങ്ങനെയുള്ളതിൻ്റെ സ്റ്റോളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. എന്നിട്ട് പിന്നെ നമ്മൾ നല്ല തിരക്കായിരുന്നു. അവിടെയും നല്ല തിരക്കായിരുന്നു. നമ്മൾ കുറച്ച് നേരം അതുവഴിയൊക്കെ നടന്നു, ഓരോരോ കാര്യങ്ങളൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കി. ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ കാണുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റഷ് ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എപ്പോഴും ഉള്ളൂ. അല്ലാതെ നീറ്റാണ്, നമുക്ക് സേഫായിട്ടുള്ള പ്ലേസാണ്. ഫ്രണ്ട്സുമായിട്ട് വന്നിരിക്കാനും സംസാരിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഉള്ളൊരു നല്ല സ്പേസാണ്. പിന്നെ ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ഉണ്ട്. നമ്മളുടെ നാട് കാണാൻ വരുന്ന ഒരുപാട് പുറത്തു നിന്നുള്ള ആൾക്കാരെ നമുക്കവിടെ കാണാൻ പറ്റും. അവരും ഓരോ കാര്യങ്ങൾ കണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ച് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഉണ്ട് അവിടെ. നമുക്ക് പല ടൈപ്പ് ഫുഡ് കിട്ടുന്ന, ചൈനീസ് ആയാലും വെജ് ഫുഡ് കിട്ടുന്നുണ്ട്, നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് കിട്ടുന്നുണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. കാരണം ഒരുപാട് നാട്ടിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. അതിനുശേഷം ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. നേരെ പോയി കാസ കിച്ചണിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഫുഡ് കഴിച്ചു. അപ്പോഴത്തേക്കും കുറച്ച് ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു.
പിന്നെ അവിടുന്ന് നേരെ പോയത് കുരിയച്ചൻ്റെ പള്ളിയിലാണ്, മട്ടാഞ്ചേരിയിലുള്ള കുരിയച്ചൻ്റെ പള്ളി. എത്ര പേർക്ക് ഇത് അറിയാമെന്ന് അറിയത്തില്ല, കൊച്ചിക്കാർക്കൊക്കെ അറിയാമായിരിക്കും. മട്ടാഞ്ചേരി കുരിയച്ചൻ്റെ പള്ളി എന്ന് പറഞ്ഞാൽ മെയിൻലി ഇവിടുത്തെ ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ, നമ്മളുടെ എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കളഞ്ഞു പോയി കഴിഞ്ഞാൽ, മോഷണം പോയി കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ വന്ന് കുരിയച്ചനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുമെന്നാണ് ഒരു ഐതിഹ്യം. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. ഒരുപാട് നല്ല അനുഭവങ്ങൾ, പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടന്ന്, അങ്ങനെ ഒത്തിരി നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് കുരിയച്ചൻ്റെ പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും രാത്രിയായി. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പാസഞ്ചർ ബോട്ട് എടുത്തിട്ട് ആണ് തിരിച്ച് എറണാകുളത്തിന് പോകുന്നത്. അപ്പോൾ പാസഞ്ചർ ബോട്ടിൽ ഒരാൾക്ക് 6 രൂപ എന്തോ ആണ് ടിക്കറ്റിന് വരുന്നത്. ചെറിയ മഴക്കോളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം പിന്നെ വെയിറ്റ് ചെയ്തില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ബോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഹൈക്കോർട്ടിലേക്ക് പോയി. നമ്മൾ അവിടെ വണ്ടി വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഹൈക്കോർട്ടിലേക്ക് പോയി. ഹൈക്കോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വിശന്നു. എന്നാൽ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയും റൂമിലേക്ക് പോകാമെന്ന് ഓർത്തിട്ട് അൽത്താസയിൽ പോയി. അൽത്താസയും എറണാകുളത്തെ ഒരു ഫേമസ് ഷവർമ്മ സ്പോട്ടാണ്. അവർക്ക് എറണാകുളത്ത് മാത്രമല്ല, കോട്ടയം, ആലപ്പുഴയൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോയത് കലൂരുള്ള അൽത്താസയിലാണ്. അവിടെ പോയി ഷവർമ്മയൊക്കെ കഴിച്ചു. ഭയങ്കര ടേസ്റ്റിയാണ് അവരുടെ ഷവർമ്മ, ഭയങ്കര ജ്യൂസിയാണ്. അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഷവർമ്മ കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അൽത്താസ ഒരു ഫേവറേറ്റ് സ്ഥലം തന്നെയാണ്. മിക്കവാറും അവിടെ തന്നെ പോയിട്ടാണ് കഴിക്കാറുള്ളത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നൈറ്റായി.